ഹലോ, വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ഇൻ വോഗ്. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇതുപോലെയുള്ള 3D ഔട്ട്ലൈനേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്കും അതിനേക്കാൾ ഉപരി ഈ ഔട്ട്ലൈനേഴ്സ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സാധാരണ ഫെവിക്രിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ. അതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ പണി തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിൽ കരുതണം കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് റെക്റ്റാങ്കിൾ പീസസ്, സ്ക്വയർ അല്ലെങ്കിൽ ഇത്തിരി നീളത്തിലായാലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള കുറച്ച് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ അങ്ങ് റഫായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് അത് വെച്ച് കോൺ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗ് പോലെയുള്ളത് വാങ്ങിച്ചതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ബട്ടർ പേപ്പർ പോലെയുള്ള അങ്ങനത്തെ പെട്ടെന്ന് ലീക്ക് ആവാത്ത ടൈപ്പ് എന്ത് മെറ്റീരിയൽ കൊണ്ടും യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി, കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലിൽ, എന്നാൽ അധികം കട്ടിയും വേണ്ട. അപ്പോൾ ഹെന്ന കോണൊക്കെ പോലെ കോണായിട്ടുണ്ടാക്കി യൂസ് ചെയ്യാനും എടുത്തു വയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് പോയിൻ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് എവിടേക്കാണോ ആവശ്യം, അതായത് അത് ഊരി പോവാത്ത രീതിയിലും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കാറ്റ് കിടക്കാത്ത രീതിയിലും കിട്ടുന്ന എവിടേക്കാണോ വേണ്ടത് അങ്ങനെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ചുരുട്ടി എൻഡ് വരുന്ന സ്ഥലത്ത് ഒന്ന് ഒട്ടിച്ചു, അതുപോലെ ടിപ്പിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള അത്രയും ബാഗ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക ആദ്യം. അതിന് ശേഷം നമ്മുടെ പണി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്ന ഈ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ്, കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോറിന് പകരം അതുപോലെ ഫൈനായിട്ടുള്ള എന്ത് പൊടി യൂസ് ചെയ്യാം, അതായത് നമുക്ക് ബേബി പൗഡർ ഇല്ലേ, അതും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് ഗ്ലൂ ഇത് ഇത്തിരി ലൂസായതായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല കേട്ടോ, അത് ഏത് കൺസിസ്റ്റൻസിയിൽ വരണം എന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ രണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒന്ന് ഗ്ലൂ ആണ്, അതിലിങ്ങനെ ഒരു ഒട്ടിപ്പിടിച്ച ഒരു ടൈപ്പിലാണ് അത് മിക്സ് ചെയ്യുമ്പോൾ വരിക. അപ്പോൾ നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. എന്തെങ്കിലും പോപ്സിക്കിൾ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എല്ലാ ഭാഗത്തേക്കും ഗ്ലൂ എത്തിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇത്തിരി ലൂസാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഏകദേശം ഒരു ടൂത്ത് പേസ്റ്റിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിങ്ങനെ ആലോചിച്ചാൽ ഇതുപോലെ കിട്ടണം. നമ്മൾ കോണിലാക്കിയിട്ട് നമുക്കിങ്ങനെ ലൈനായിട്ട് നമ്മൾക്കിങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ആ പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി എന്ന് തോന്നിയാൽ നമുക്ക് നിർത്താം. എന്നിട്ട് ഇതിനെ ഞാനിപ്പോൾ പാർട്ടീഷൻ ചെയ്തെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ വേറൊരു പാത്രത്തേക്ക് പകുതി മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവും ഇഷ്ടമുള്ള കളറും നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒന്നിൽ ഇത്തിരി യെല്ലോ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളറൊക്കെ എത്ര കടുപ്പത്തിൽ വേണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എങ്ങനെയായാലും നമ്മളിതിങ്ങനെ കാണുന്നതിനേക്കാൾ കുറച്ച് കടുപ്പം അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അത് ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്തിട്ട്, അതായത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങി കഴിയുമ്പോൾ ഇത്തിരി കടുപ്പം കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര കളർ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മെറ്റാലിക് ഷെയ്ഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെറ്റാലിക് പൗഡേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്താൽ മെറ്റാലിക് ആയിട്ടുള്ള 3D ഔട്ട്ലൈനർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പെയിൻറ്റ് ചേർത്ത് കൊടുത്താലും നല്ലതുപോലെ മിക്സ് ചെയ്യാൻ മറക്കരുത്, എന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തേക്ക് എത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരേപോലെ ഈവനായിട്ട് ആ കളറ് മിക്സായി കിട്ടില്ല. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ഒരു കപ്പിൽ എന്തിലെങ്കിലും നമ്മുടെ ഈ പൈപ്പിംഗ് ബാഗ് ഇട്ടതിന് ശേഷം അതിലേക്ക് നിറച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ഒരു 1/4 ഭാഗമൊക്കെ നിറച്ച് കഴിഞ്ഞാൽ നിർത്തുക കേട്ടോ. അതിൻ്റെ വല്ലാതെ ബാക്കിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്ത് എയർ കിടക്കാത്ത രീതിയിൽ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഇത്രയും ആയി കഴിഞ്ഞാൽ നിർത്തുക. ഒരു ഇത്തിരി സ്ഥലം ബാക്കിൽ വിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അവിടെയുള്ളതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് മടക്കി എയർ കിടക്കാത്ത രീതിയിൽ ടിപ്പ് നന്നായിട്ട് ക്ലോസ് ചെയ്ത് പിടിച്ച് ചുരുട്ടി മടക്കി അത് അടച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആവശ്യമുള്ള അത്രയും കളറുകൾ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ അപ്ലൈ ഒട്ടിച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പ് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ ഒലിച്ചു വരും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. ചെയ്യുമ്പോൾ കുറച്ച് മെസ്സി ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം സാധനങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രം ചെയ്തു തുടങ്ങുക. ഇപ്പോൾ ഇത് യെല്ലോ കളറിലുള്ളത് ഞാൻ വേഗം തന്നെ ബാഗിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ചായിട്ട് ബാഗിലൊക്കെ നിറച്ച് ഒട്ടിച്ചൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ഡ്രൈ ആയി തുടങ്ങും നമ്മൾ എയർ തുറന്ന് വെച്ചാൽ. അപ്പോൾ അടച്ച് വെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കുറച്ച് മാത്രം ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ള കളർ മിക്സ് ചെയ്ത് അത് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത പൊടിയും ഗ്ലൂവും എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഈ ബാഗിൽ നിറച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് അതിൻ്റെ ടിപ്പിലേക്ക് പ്രസ് ചെയ്ത് ഇറക്കി എയർ ബബിൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ക്ലോസ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൂ.
ഇതുപോലെ തന്നെ നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമുക്ക് ഇതേ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഐക്കാർഡിലും കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് എയറിൽ എക്സ്പോസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി തുടങ്ങും. അതിൻ്റെ ഉള്ളിലേക്ക് ഡ്രൈ ആയില്ല എന്നുണ്ടെങ്കിലും പുറം ഭാഗമൊക്കെ നല്ലപോലെ വലിഞ്ഞു പോരും. കാരണം ഈ വൈറ്റ് ഗ്ലൂ എന്ന് പറയുന്നത് എന്തായാലും അത് വാട്ടർ ബേസ്ഡ് ആണ്. പെട്ടെന്ന് ഇത്തിരി ചൂട് തട്ടുമ്പോഴേക്ക് തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയി പോവും. അപ്പോൾ ഉണ്ടാക്കുന്ന നേരത്ത് തുറന്നു വെക്കാതെ അടച്ചടച്ചടച്ച് യൂസ് ചെയ്യാനും കുറച്ചെടുത്ത് മാത്രം യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ ഇതാ ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, റെഡ്, പർപ്പിൾ ഇങ്ങനെ 3 ഷെയ്ഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കളർ മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടാക്കാം. ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ടിപ്പിൽ ഞാൻ ഇത്തിരി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കട്ട് ചെയ്യുക. എത്ര വണ്ണത്തിൽ വരണോ അത്രയും വണ്ണത്തിൽ കട്ട് ചെയ്യുക. അതൊക്കെ നമ്മുടെ ചോയ്സ്. എങ്ങനത്തെ ഡിസൈനാണ്, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ടിപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. വളരെ ചെറുതായാൽ ചിലപ്പോൾ പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്യുക. എന്നാൽ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് ഇങ്ങ് നമ്മൾ തുറക്കുമ്പോഴേക്ക് തന്നെ അതങ്ങ് വല്ലാതെ പുറത്തേക്ക് വരാനും സാധ്യതയുണ്ട്. നമ്മൾ ഹെന്നാക്കോൺ ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫൈനായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പിലുള്ളത് തുടച്ച് ഇത്തിരി മാറ്റിയതിന് ശേഷം ഇതുപോലെ സെല്ലോ ടേപ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഏറ്റവും സേഫ്. ഇല്ലെങ്കിൽ അതിൻ്റെ ടിപ്പിലുള്ളത് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ഇല്ലാതെ ആയി പോവും, ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്ന് കുത്തി കൊടുക്കാം. പക്ഷേ പിന്ന് കുത്തി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്തിരി പെട്ടെന്ന് ഡ്രൈ ആവും. ഹെന്ന പോലെയല്ല, അതിനേക്കാൾ പെട്ടെന്ന് ഡ്രൈ ആവും. ഇത് ഗ്ലൂ ആണ്, അത് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സെല്ലോ ടേപ്പ് വയ്ക്കുന്നത് തന്നെയാണ് കൂടുതൽ സേഫ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും എത്ര ഫൈനായിട്ട് നമ്മുടെ പേസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടോ അത്രയും ഫൈനായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇനി അത് യൂസ് ചെയ്തിട്ടുള്ള ഈ ഭാഗം ഒന്ന് നോക്കി എത്ര ഹാർഡായിട്ടാണ് ഇതിരിക്കുന്നത്. ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അത് നമുക്ക് പെട്ടെന്നൊന്നും അത് അടർത്തിയെടുക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇതൊരു പേപ്പറിൽ, ചാർട്ട് പേപ്പറിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒരു 2-3 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്നത് അടർത്തിയെടുക്കണം എന്ന ഉദ്ദേശത്തിൽ ഭയങ്കര ഹാർഡായിട്ട് ചെയ്താൽ പോരുമായിരിക്കും. നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം, നമ്മളെന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്യുന്നതുമാണ്. ഇപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ, ക്യാൻവാസിൽ യൂസ് ചെയ്യാം, ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാം, അതേപോലെ പേപ്പറിൽ യൂസ് ചെയ്യാം, വുഡിൽ യൂസ് ചെയ്യാം. അതിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പോൾ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്താൽ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് നിൽക്കും. പ്ലാസ്റ്റിക്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ നമ്മുടെ DIY ആയിട്ടുള്ള ഹോം മെയ്ഡ് 3D ഔട്ട്ലൈനർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ മുഴുവൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹെന്നയൊക്കെ ചെയ്യുന്ന അതേ ഈസിനെസ്സോടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. ആവശ്യമുള്ള കളർ ഉണ്ടാക്കിയെടുത്ത് ആവശ്യമുള്ള അളവിൽ ഉണ്ടാക്കിയെടുക്കുക. നല്ല രീതിയിൽ നമ്മൾ എയർ കിടക്കാതെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് എത്ര മാസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. നമ്മൾ ക്ലേ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന അതേപോലെയാണ്. നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ ഒരുപാട് ഹാർഡാവാതെ കുറച്ചൊക്കെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ അത് പുറത്തേക്ക് എടുത്ത് ഒരല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം റീഫിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Bye.